ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിക്കാരുടെ ആൻസിലറി പേപ്പറായ ജനറൽ എക്കണോമിക്സിലെ 5ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് ഇതിപ്പോൾ ചെയ്യുന്നതിന്. കാരണം ഇന്ന് കുട്ടികൾ എക്സാം എഴുതി അതിന് മുന്നേ തീർക്കണമെന്ന് ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ അതിനിടയിൽ ഞാനൊന്ന് വീഴുകയൊക്കെ ചെയ്തു, വയ്യാതെയായി. അപ്പോൾ ക്ലാസ് കുറച്ച് മിസ്സായിപ്പോയി. 1-2 ദിവസം ചെയ്യാൻ പറ്റിയില്ല. അത് ഇവിടെ ഷോർട്ട് വന്നു, 2 യൂണിറ്റുടെ ഷോർട്ട് വന്നു. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. ഇനി വരുന്നവരിതൊന്ന് സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക. ഏതായാലും ഇന്ന് നല്ല അഭിനന്ദന പ്രവാഹമാണ്. എക്കണോമിക്സുകാരുടെ ആയാലും NIVSൻ്റെ ആയാലും ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു. ടീച്ചറിൻ്റെ ക്ലാസ് മാത്രം ബേസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഏതായാലും സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വന്നതിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കതൊരു പ്രചോദനമാണ് ഇനി ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറുണ്ടല്ലോ, വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു അല്ലാത്തന്നെ പഠിച്ചിട്ട് ഞാൻ നിങ്ങളത് അറിയിപ്പിക്കും കേട്ടോ. ഓക്കെ. അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ ഉണ്ട്, സെക്കൻഡ് സെമ്മിൻ്റെ ഉണ്ട്. ഇംഗ്ലീഷ് ഒഴികെ ഫസ്റ്റ് സെമ്മിൻ്റെ എല്ലാ പേപ്പറുകളും ഉണ്ട്. സോഷ്യോളജീൻ്റെ കേട്ടോ, BA സോഷ്യോളജി. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. BA സോഷ്യോളജിക്കാരുടെ ആൻസിലറി പേപ്പറാണ്. ചിലപ്പോൾ അത് ഇനി വേറെ ഏതെങ്കിലും ടീമിനുണ്ടാവും, ചിലപ്പോൾ ഹിസ്റ്ററിക്കാർക്കോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അത് കുറച്ച് കഴിയും ഞാൻ അറിയാൻ, ആർക്കാ വേറെ ഉള്ളതെന്ന് അറിയാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അവർക്ക് പെയ്ഡ് നോട്ട്സ്. ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ നോട്ട്സൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ 1 വേർഡ് ഉൾപ്പെടെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. ക്വസ്റ്റ്യനും ആൻസർ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലല്ല, നോട്ടായിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ അതിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, ഡീറ്റെയിൽസ് തരാം. അപ്പം നമുക്ക് പോവാം, ക്ലാസ്സിലേക്ക് പോവാം. വെറുതെ കുറേ സംസാരിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോട്ട്സ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ജനറൽ എക്കണോമിക്സിലെ 5ാമത്തെ ബ്ലോക്ക്, ലാസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ഇക്കണോമിക് റിഫോംസ് എന്നാണ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നാണ്. അതിലാദ്യം വരുന്നത് 1991 ഇന്ത്യയിൽ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നവയമല്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എക്കണോമിക് ക്രൈസിസ് ഓഫ് 1991 ആണ്, അതായത് 1991 സാമ്പത്തിക പ്രതിസന്ധി. 1991 സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണങ്ങളാണ് ഇതിലാദ്യം വരുന്നത്. ഒന്നാമത്തത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ആണ്. BOP ക്രൈസിസ് എന്ന് പറയും. പേയ്മെൻറ്റ് ബാലൻസ് പ്രതിസന്ധി, പേയ്മെൻറ്റ് ബാലൻസ് പ്രതിസന്ധി. അതായത് അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഉയർന്ന വിലയും കയറ്റുമതിയിലെ ഇടിവുമാണ് അസന്തുലിതാവസ്ഥയുടെ പ്രധാന കാരണമായത്. അത് ഗൾഫ് രാജ്യങ്ങളിൽ ആ സമയത്ത് യുദ്ധം ഉണ്ടായപ്പോൾ എണ്ണ ഇറക്കുമതി കുറഞ്ഞല്ലോ, അതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കാരണം ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന പണപ്പെരുപ്പം ഉണ്ടായി. മൂന്നാമത്തത് ഹൈ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഉയർന്ന ധനക്കമ്മി ഉണ്ടായി. നാലാമത്തത് കാര്യക്ഷമതയില്ലാത്ത സർക്കാർ നിയന്ത്രിത സമ്പദ് വ്യവസ്ഥ. ഈ പ്രതിസന്ധി ഇന്ത്യയിൽ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി. ഈ കാരണങ്ങളൊക്കെയാണ് പ്രതിസന്ധിക്ക് കാരണം. 4 കാരണങ്ങൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റും, ഉയർന്ന പണപ്പെരുപ്പം, ഉയർന്ന ധനക്കമ്മി, കാര്യക്ഷമതയില്ലാത്ത സർക്കാർ നിയന്ത്രണം. ഈ കാരണങ്ങൾ കൊണ്ട് ഈ പ്രതിസന്ധി ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അതിലുണ്ടായ പ്രധാന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് ഉയർന്ന പണപ്പെരുപ്പം തന്നെ, കാരണം അതുതന്നെയാണ് ഒരു പ്രതിസന്ധിയും അതുതന്നെയാണ്. മറ്റൊന്ന് ഉയർന്ന തൊഴിലില്ലായ്മ. മൂന്നാമത്തത് സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടായി. മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടായി. പിന്നെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടായി. അഞ്ചാമത്തത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഈ അവസ്ഥ പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് അന്താരാഷ്ട്ര നാണയനിധി IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നേരത്തെ പറഞ്ഞിരുന്നു, അതിനെയും ലോക ബാങ്കിനെയൊക്കെ സമീപിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ IMF ധനസഹായം നൽകണമെങ്കിൽ ഇന്ത്യയിൽ ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ധനകാര്യ സ്ഥാപനം 1991 സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന സ്വാധീനം ചെലുത്തി. അതായത് നമ്മൾ ആ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. കാരണം അപ്പോൾ നമ്മുടെ മുന്നിൽ മറ്റ് മാർഗ്ഗങ്ങളില്ല. അപ്പോൾ നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായപ്പോൾ ഒരുപാട് സ്വാധീനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അതിന് ചെലുത്താൻ കഴിയും. ഇനി എക്കണോമിക് റിഫോംസ് ഓഫ് 1991, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതായത് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അത് മൂന്നുമാണ് അന്നത്തെ പരിഷ്കാരങ്ങൾ. പ്രധാനമന്ത്രി VP നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ പരിവർത്തന മാതൃകാ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു.
അത് LPG പരിഷ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. LPGയിൽ എന്താണ്? ലിബറലൈസേഷൻ. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല കേട്ടോ. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. P പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. G ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഇനി നമ്മളതിൽ ഓരോ പരിഷ്കാരങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ആദ്യം ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഒഴിവാക്കുക എന്നതാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യവസായങ്ങളിൽ ലൈസൻസ് ഒഴിവാക്കിക്കൊണ്ടും അതുപോലെ പല മേഖലകളെയും നിയന്ത്രണം കുറച്ചുകൊണ്ടും ഉദാരവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇത് മത്സരവും കണ്ടുപിടുത്തങ്ങളും അതുപോലെ പലതരം സംരംഭങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനും അത് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിച്ചു. അതിലൂടെ സാമ്പത്തിക വളർച്ചയും വികസനവും ഇന്ത്യയിൽ വർദ്ധിച്ചു. ഇനി ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കണം. ഒന്ന്, വ്യാപാര ഉദാരവൽക്കരണം. വ്യാപാരത്തെ ഉദാരവൽക്കരിച്ചു, അതായത് വ്യാപാരത്തിലുള്ള നിയന്ത്രണങ്ങൾ തടസ്സങ്ങളൊക്കെ നീക്കി. രണ്ടാമത്തത് സ്വകാര്യവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടു. 3, നിയന്ത്രണം നീക്കൽ, എല്ലാ മേഖലകളിലെയും സർക്കാർ നിയന്ത്രണങ്ങളെ നീക്കൽ. നാലാമത്തത് സാമ്പത്തിക ഉദാരവൽക്കരണം, സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യൽ. 5, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. ഉദാരവൽക്കരണ നയങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കും വിദേശ നിക്ഷേപത്തെയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചു. പ്രത്യേകിച്ചും സേവന മേഖലയിൽ ഇത് പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും പല ഇന്ത്യക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉദാരവൽക്കരണം സഹായകമായി. ഇത് ചില നെഗറ്റീവ് ഫലങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല വ്യവസായങ്ങളിലും തൊഴിലാളികളുടെ എണ്ണം ഇത് കുറച്ചു എന്നതാണ് അസമത്വങ്ങൾക്ക് ഇടവരുത്തി. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ പരിഷ്കാരമാണ് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും വസ്തുക്കളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത്, വിൽക്കുന്നതിനാണ് എന്ത് പറയുക? സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് പല രൂപങ്ങളുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ മൊത്തത്തിൽ വിൽക്കുക, സ്വകാര്യ കമ്പനികൾക്ക് സേവനങ്ങൾ കരാറിന് കൊടുക്കുക, പൊതു ആസ്തികൾ സ്വകാര്യ നിക്ഷേപകർക്ക് പാട്ടത്തിന് കൊടുക്കുക എന്നതൊക്കെ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1991 ഇന്ത്യയിൽ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് സ്വകാര്യവൽക്കരണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കുന്നതിലൂടെ രാഷ്ട്രത്തിൻ്റെ പങ്ക് കുറയും. ഇത് ഈ കമ്പനികളുടെ ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടാതെ സ്വകാര്യ നിക്ഷേപകർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയ പ്രധാന മേഖലകളുണ്ട്. ആ മേഖലകൾ ഏതൊക്കെയാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഫസ്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ. മറ്റൊന്ന് എയർപോർട്ട്സ്, വിമാനത്താവളങ്ങളിൽ. പിന്നെ പവർ, എനർജി, ഊർജ്ജത്തിൽ. പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്. ഈ മേഖലകളിലൊക്കെയാണ് പ്രധാനമായിട്ട് സ്വകാര്യവൽക്കരണം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം ഒരു സമ്മിശ്ര ഫലമാണ് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ചില മേഖലകളിൽ നല്ല മെച്ചമുണ്ടാക്കിയെങ്കിലും ധാരാളം വിമർശനങ്ങൾക്ക് അത് വിധേയമായിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, അസമത്വങ്ങൾ വർദ്ധിപ്പിച്ചു എന്നതൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ്. അതാണ് സമ്മിശ്ര ഫലം. രണ്ട് ഫലങ്ങളും ഒരേപോലെ, അതായത് നല്ല ഫലങ്ങളും ഉണ്ട്, ഒപ്പം അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി അതിലെ മൂന്നാമത്തതാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ലോക സമ്പദ് വ്യവസ്ഥകൾ, സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന സംയോജനവും പരസ്പര ഇടപഴകലുമാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗതാഗത, വാർത്താവിനിമയ, സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി അതിർത്തികൾ ഭേദിച്ചുള്ള ആളുകൾ, ചരക്കുകൾ, ആശയങ്ങൾ എന്നിവയുടെ ഒഴുക്കിനിട വരുത്തി. എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളില്ലാതെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾക്കൊക്കെ കൈമാറാനുള്ളൊരു അവസരം ഒരുക്കി. ഇന്ത്യയിലെ ആഗോളവൽക്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു. 1990-കളിൽ ആരംഭിച്ച ഇന്ത്യൻ ആഗോളവൽക്കരണം 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളും കൂടുതൽ പിന്തുടരുകയും കൂടുതൽ ഫലവത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. വ്യാപാര നയങ്ങളുടെ ഉദാരവൽക്കരണം, ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം, പല വ്യവസായങ്ങളുടെയും നിയന്ത്രണക്കുറവ് എന്നിവ ഈ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഏത് പരിഷ്കാരങ്ങളിൽ? 1991 പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ആഗോളവൽക്കരണത്തിലെ പ്രധാന വശങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. ഒന്ന്, വിദേശ നിക്ഷേപം വർദ്ധിച്ചു. രണ്ടാമത്തത്, സാമ്പത്തിക വളർച്ചയിൽ വർധനവുണ്ടായി. 3, കമ്പോളത്തിൽ മത്സരം വർദ്ധിച്ചു. 4, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. 5, സാംസ്കാരിക വിനിമയം ഉണ്ടായി, സാംസ്കാരിക കൈമാറ്റം ഉണ്ടായി. ഇനി അത് മാക്രോ എക്കണോമിക് റിഫോംസ് ഇൻ 1991 ആണ്. 1991 മറ്റ് മാക്രോ എക്കണോമിക് പരിഷ്കാരങ്ങൾ. ഒന്ന്, ഫിസ്ക്കൽ റിഫോംസാണ്.
സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഈ പരിഷ്കാരങ്ങളിൽ നികുതി വരുമാനം, അതുപോലെ സബ്സിഡികൾ കുറയ്ക്കൽ, പൊതുചെലവ് നിയന്ത്രിക്കൽ തുടങ്ങിയ നടപടികൾ ഉൾപ്പെടും. രണ്ടാമത്തത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസാണ്. സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയുടെ ബാങ്കിങ് സമ്പ്രദായങ്ങളെ ആധുനികവൽക്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നത് ഇതിലൊരു പ്രധാന മാറ്റമാണ്. അതേപോലെ സെബിയുടെ രൂപീകരണം ഈ പരിഷ്കാരത്തിൽ ഉൾപ്പെടും. കൂടാതെ IRDA, PFRDA തുടങ്ങിയവ രൂപീകരിക്കപ്പെട്ടതും ഈ പരിഷ്കാരത്തിന് ശേഷമാണ്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ റിഫോംസാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തെ റോഡ് ശൃംഖലയുടെ വികസനത്തിനും നടത്തിപ്പിനും വേണ്ടി NHAI, ഫുൾ ഫോം പിന്നീട് പറയാം കേട്ടോ, NHAI, ഗ്രാമീണ മേഖലകളുമായി ബന്ധിപ്പിക്കുന്നതിന് NRRDA, സ്വകാര്യ സംരംഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് PPP എന്നിവ സർക്കാർ സ്ഥാപിച്ചു. നാലാമതൊന്ന് ലേബർ റിഫോംസാണ്. തൊഴിൽ പരിഷ്കാരങ്ങളാണ്. തൊഴിൽ നിയമ ഭേദഗതി ആണ് അതിലെ പ്രധാന പരിഷ്കാരം. ഈ പരിഷ്കാരങ്ങളെല്ലാം ഉയർന്ന സാമ്പത്തിക വളർച്ചയ്ക്കും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഇന്ത്യയിൽ സഹായകമായി. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് റിഫോംസ് ഇൻ 1991 ആണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രാധാന്യം. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലൊരു വഴിത്തിരിവായിട്ടാണ് കണക്കാക്കുന്നത്. 1991 മുമ്പ് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നിരുന്നത്. അത് രാഷ്ട്ര നിയന്ത്രണത്തിന് പ്രാധാന്യം നൽകി. അത് പണപ്പെരുപ്പം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി, അതുപോലെ സാമ്പത്തിക മുരടിപ്പ് എന്നിവയിലേക്ക് നയിച്ചു. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കമ്പോള അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് രൂപപ്പെടുത്തിയത്. അതായത് സോഷ്യലിസത്തിൽ നിന്ന് മാറിയിട്ട് ഒരു മുതലാളിത്ത രൂപത്തിലുള്ള സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തി. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അതെല്ലാം നമ്മളെ സബ്ജക്റ്റ്, നമ്മളെ സബ് ടോപ്പിക് അതാണ്. ഒന്ന്, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണമാണ്. ഈ പരിഷ്കാരം വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുകയും ആഭ്യന്തര സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തത് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥകളുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു. വ്യാപാരത്തിലും നിക്ഷേപത്തിലും പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്തു. 3, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. പല വ്യവസായങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കാനില്ല എന്ന് തോന്നിയപ്പോൾ അതിനെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യവൽക്കരണം സഹായിച്ചു. ധാരാളം തൊഴിൽ സൃഷ്ടിക്കുന്നതിനും അത് ഇടവരുത്തി. നാലാമത്തത് ഫിസിക്കൽ ഡിസിപ്ലിനാണ്. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി. ധനക്കമ്മി നികത്തുന്നതിനും പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങൾ സർക്കാർ നടപ്പിലാക്കി. അത് സമ്പദ് വ്യവസ്ഥയിൽ ദീർഘകാല വളർച്ചയെ സഹായിച്ചു. ഇനി നമ്മൾ കുറേ ഷോർട്ട് ഫോമുകൾ അവിടെ പറഞ്ഞു വെച്ചിരുന്നു. യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പറയാം. ഒന്ന്, സെബി പറഞ്ഞു അല്ലേ, സെബിയുടെ രൂപീകരണം എന്ന് പറഞ്ഞില്ലേ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് സെബി. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞ IRDA അല്ലേ. IRDA എന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. പിന്നെ പറഞ്ഞത് എന്താണ്? PFRDA അല്ലേ. PFRDA എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? NHAI, റോഡുകളുടെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ NHAI, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ ഏതാ പറഞ്ഞത് നമ്മൾ? NRRDA അല്ലേ, റോഡുകൾ ഗ്രാമീണ മേഖലയുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി NRRDA, നാഷണൽ റൂറൽ റോഡ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, നാഷണൽ റോഡ് ഡെവലപ്മെൻറ്റ് ഏജൻസി. പിന്നെ PPP പറഞ്ഞു, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP എന്ന ഷോർട്ട് ഫോമിലാണത് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ പറഞ്ഞപ്പോൾ വിശദീകരിക്കാതിരുന്നത് തന്നെയാണ് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ച് നിന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദി ഇക്കണോമിക് ക്രൈസിസ് ഓഫ് 1991. 1991 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും ചോദിക്കാം പ്രധാനമായിട്ട്. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. essay ആയിട്ട് ചോദിക്കുമ്പോൾ പരിഷ്കാരങ്ങളെ മൊത്തത്തിലാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് കഴിഞ്ഞു. ഇനി ഒരു യൂണിറ്റ് കൂടി ആയാൽ സെക്കൻഡ് സെം എക്കണോമിക്സ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക്സ്.